Hello everybody. In this video we will see sustainable development in India. The definition of the term sustainable development is it is the development that meets the needs of the present without compromising the ability of future generations to meet their own needs. So in sustainable development we need to develop products in such a way that it should not compromise the ability of the future generations to meet their own needs. That means നമ്മൾ പ്രൊഡക്ട്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ഫ്യൂച്ചറിലുള്ള ജനറേഷനിലുള്ള ജനങ്ങൾക്ക് കൂടി അവരുടെ ലൈഫിനെ കൂടി കൺസിഡറേറ്റ് ആയിരിക്കണം. ഇറ്റ് ഈസ് ദി മോറൽ റെസ്പോൺസിബിലിറ്റി ഓഫ് സിറ്റിസൺസ് ടു ഹാൻഡ് ഓവർ എർത്ത് ടു ഫ്യൂച്ചർ ജനറേഷൻ ഇൻ ദി സെയിം വേ. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മുടെ ജനങ്ങളുടെ ഇപ്പോഴത്തെ ജീവിക്കുന്ന ജനങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, മോറൽ റെസ്പോൺസിബിലിറ്റിയാണ് ഈ എർത്തിനെ, ഭൂമിയെയും അതിൻ്റെ വാതാവരണത്തെ, അതിൻ്റെ എക്കോസിസ്റ്റത്തെയും അതേപോലെ ഇനി വരാൻ പോകുന്ന ജനറേഷന് ഹാൻഡ് ഓവർ ചെയ്യാനുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളതെന്ന കാര്യം നമ്മൾ നോക്കാം. ഫസ്റ്റ് വൺ, പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ മുതൽ തന്നെ നമ്മുടെ പോളിസി ആയിരുന്നു 2 ചൈൽഡ് പോളിസി. സോ ഈ 2 ചൈൽഡ് പോളിസി 35 പ്രാവശ്യം ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയിരിക്കുന്നതാണ്. നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെക്കമെൻഡ് ചെയ്യുന്ന ഫെർട്ടിലിറ്റി റേറ്റ് 2.1 ആണ്. അപ്പം പണ്ട് നമ്മുടെ കാലത്ത് നമ്മുടെ രാജ്യത്ത് ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലായിരുന്നു. ഓക്കെ, നൗ ദി ഫെർട്ടിലിറ്റി റേറ്റ് ഹാസ് reduced. In 2000 it was 3.2 and 2008 it was 2.6. ഇപ്പോൾ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഫോർ എ സ്റ്റേബിൾ പോപ്പുലേഷൻ, അതായത് സ്റ്റേബിൾ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ പോപ്പുലേഷൻ്റെ റേറ്റ് സെയിം ആയിട്ട് നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 ആയിരിക്കണം. എന്നുവെച്ചാൽ നമ്മളൊരു 20 ഫാമിലി എടുക്കുകയാണെങ്കിൽ 10 ഫാമിലി എടുക്കുകയാണെങ്കിലുള്ള അതിലുള്ള ഹസ്ബൻഡും വൈഫും കൂടി 20 മെമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അവർക്ക് 21 കുട്ടികൾ ഉണ്ടായിരിക്കണം എല്ലാവർക്കും ടോട്ടൽ. ഇതാണ് അതിൻ്റെ മീനിങ്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഈസ് 2.1 എന്ന് പറഞ്ഞാൽ. സോ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 2023 ഫെർട്ടിലിറ്റി റേറ്റ്, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.14 ആയിരുന്നു. ആൻഡ് 2004 ഇറ്റ് ഈസ് 2.12. സോ ഇറ്റ് ഈസ് റെഡ്യൂസിങ്. സോ ദാറ്റ് മീൻസ് വി ആർ ക്ലോസിങ് നിയർ ടു ദാറ്റ് targeted total fertility rate. Second one is the use of environmental supportive fuel നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പെട്രോള്, ഡീസലൊക്കെ ദാറ്റ് എമിറ്റ്സ് ഹ്യൂജ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അങ്ങനെയുള്ള ഫ്യൂവൽ ദാറ്റ് വിൽ കോസ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യാത്ത എൻവയോൺമെൻറ്റൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്യൂവൽസ് പ്രൊമോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് CNG ആൻഡ് LPG. These are eco-friendly fuels that emits less smoke. So that is another step. So use of environmental supportive fuel. Third one is use of renewable energy. Renewable energy എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജിയാണ്. ഇങ്ങനെയുള്ള എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചാൽ ഇതിൻ്റെ എമിഷൻ ഒന്നും ഉണ്ടാവില്ല, വളരെ കുറവായിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്തനോൾ അല്ലെങ്കിൽ ഹൈഡ്രൽ പവർ, ജിയോ തെർമൽ പവർ, വിൻഡ് എനർജി ആൻഡ് സോളാർ എനർജി, ഇതൊക്കെ റിന്യൂവബിൾ എനർജിയാണ്. നമ്മൾ ഇതൊക്കെ എത്ര യൂസ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ മറ്റ് ഫോസിൽ ഫ്യൂൽസ് എല്ലാം നമ്മൾ കൺസ്യൂം ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ അത് റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ സോളാർ എനർജി ആണെങ്കിലും വിൻഡ് എനർജി ആണെങ്കിലും ടൈഡൽ എനർജി, ജിയോ തെർമൽ എനർജി അല്ലെങ്കിൽ അങ്ങനെയുള്ള എനർജികളൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ചിട്ട് വീണ്ടും അത് റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പൊല്യൂഷൻ വളരെ കുറവായിരിക്കും. സോ ദാറ്റ് ഈസ് തേർഡ് ഡിസിഷൻ, ദാറ്റ് ഈസ് യൂസ് ഓഫ് റിന്യൂവബിൾ എനർജി. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് നമ്മുടെ 2032 ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ടാർഗറ്റ് അനുസരിച്ചിട്ട് 2032 നമ്മുടെ ടോട്ടൽ എനർജിയുടെ ടോട്ടൽ എനർജി പ്രൊഡക്ഷനിൽ 30% 30% ദാറ്റ് ഈസ് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനിൽ 30% റിന്യൂവബിൾ എനർജിയിൽ നിന്നാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ടാർഗറ്റ്. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പലതരത്തിലുള്ള സ്റ്റെപ്സ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇപ്പം ഗുജറാത്തിൻ്റെ റാൺ ഓഫ് കച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 50 മെഗാവാട്ട്സിൻ്റെ ഒരു ടൈഡൽ പ്രോജക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അത് ഏഷ്യയിലെ തന്നെ
നമ്പർ 1 ആണ്, അതേപോലെ ഫസ്റ്റ് ആണ്. അതേപോലെ അത് ഫ്യൂച്ചറിൽ അത് 250 മെഗാവാട്ട്സ് ആയിട്ട് ഉയർത്തും. സോ ഇന്ത്യയിൽ എസ്യൂം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അനുസരിച്ചിട്ട് ഏകദേശം 88,000 മെഗാവാട്ട്സിൻ്റെ ടൈഡൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് another one. Another step is fourth one is recycling and ban on plastic bags. നമുക്കറിയാം ഈ പ്ലാസ്റ്റിക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്കോ ഫ്രണ്ട്ലി അല്ല, അത് അറ്റ്മോസ്ഫിയറിൽ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാക്കും. അപ്പം ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ബാൻ ചെയ്യുക, അതേപോലെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക. സോ ദാറ്റ് ഈസ് അനദർ സ്റ്റെപ്പ്. ദെൻ പൊല്യൂഷൻ ടാക്സ് ആൻഡ് ഫൈൻസ്. സോ വെഹിക്കിളിൻ്റെ പൊല്യൂഷൻ, ഓട്ടോമൊബൈൽ പൊല്യൂഷൻ ഉണ്ടാകുന്നത് വലിയൊരു ഇഷ്യൂ ആണ്. അങ്ങനെയുള്ള പൊല്യൂട്ട് ചെയ്യുന്ന വെഹിക്കിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ടാക്സും, അത് എക്സസ് ടാക്സും ഫൈൻസും എല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യാം. അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ 2020 തന്നെ നമ്മുടെ BS6 എന്ന് പറഞ്ഞ സ്റ്റേജ്, ഭാരത് സ്റ്റേജ് 6 ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. പ്രീവിയസ്ലി ഇറ്റ് വാസ് ഭാരത് സ്റ്റേജ് 4, ദെൻ ഇപ്പോഴത് BS6 മാറ്റി. സോ ഇതൊരു വളരെ ടൈറ്റായിട്ടുള്ളൊരു പൊല്യൂഷൻ കൺട്രോൾ സ്റ്റെപ്സാണ്. ദെൻ സിക്സ് സ്റ്റെപ്പ് ഈസ് യൂസ് ഓഫ് ഇൻപുട്ട് എഫിഷ്യൻ്റ് എനർജി. ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, യൂസ് ഓഫ് ഇൻപുട്ട് എഫിഷ്യൻറ്റ് ടെക്നോളജി. സോ ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. ഓക്കെ, സോ ഇൻപുട്ട് വളരെ കുറച്ച് മതി ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ദാറ്റ് ഈസ് അനദർ സ്റ്റെപ്പ്. Then seventh one is India's sustained efforts towards reducing greenhouse gases. നമുക്കറിയാം what is greenhouse gases. Greenhouse gases are gases which causes global warming. Okay, so such these types of gases reduce ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റെപ്സ് ആണത്. സോ ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് നമ്മുടെ രാജ്യത്ത് 2031 നമ്മുടെ ദാറ്റ് മീൻസ് നമ്മുടെ ഗ്ലോബൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ അത് പെർ ക്യാപിറ്റ അണ്ടർ 4 ടൺസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റാനാണ് നമ്മുടെ ഗവൺമെൻറ് തീരുമാനം. അപ്പം അത് ആ സമയം അത് 2031 മാത്രമാണ്. പക്ഷേ ഇപ്പോൾ തന്നെ നമ്മളത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അത് ഗ്ലോബൽ നോക്കുകയാണെങ്കിൽ 2005 4.22 മാത്രമായിരിക്കും. അപ്പം നമ്മൾ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഈവൻ ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് പെർ ക്യാപിറ്റ എമിഷൻ ഇൻ 2031 വിൽ ബി ലോവർ ദാൻ ദി പെർ ക്യാപിറ്റ ഗ്ലോബൽ എമിഷൻ ഓഫ് GHG in 2005 according to new study. Even in 2031 India's per capita GHG emission would be under 4 tons of carbon dioxide, which is lower than the global per capita emission of 4.2. So that is seventh step. 4.2 tons ആണ്. Okay, then some other these are the steps taken by previous governments, and the present government is also implementing certain steps like Swachh Bharat, Sabal Bharat, that is empowered and resilient India. So India has successfully lifted more than 271 million people, 27 കോടി ജനങ്ങളെ നമ്മൾ പോവർട്ടിയിൽ നിന്ന് ഉയർത്തി കഴിഞ്ഞു. Okay, that is one step. Okay, so അവർക്ക് provided the nutrition, health, child health, education, sanitation, drinking water, electricity, housing, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. Then Swachh Bharat, Swachh Bharat, that is clean and healthy India. Through a nationwide initiative triggered, India achieved 100% rural sanitation and sharp production in stunning and child maternal mortality rates. So that is another step. So Ayushman Bharat എന്ന സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ which provides annual cover of it's a insurance scheme, okay, health insurance scheme which provide $7,000 100 million കുടുംബങ്ങൾക്ക് $7,000 ഒരു കവറേജ് വരുന്ന ഒരു പോളിസിയാണത് ആയുഷ്മാൻ ഭാരത്. സോ ഇങ്ങനെയുള്ള സ്റ്റെപ്സ് ഇന്ത്യൻ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. ദെൻ അനദർ വൺ ഈസ് സമഗ്ര ഭാരത്, സക്ഷം ഭാരത്, ഇൻക്ലൂസീവ് ആൻഡ് എൻ്റർപ്രണേർഡ് ഇന്ത്യ. ഇത് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണത്. ദെൻ സതത് ഭാരത് ആൻഡ് സനാതൻ ഭാരത്, ഓക്കെ, സസ്റ്റൈനബിൾ ഇന്ത്യ. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ ഗവൺമെൻറ് ഒരു സ്റ്റെപ്പാണത്. ഇന്ത്യസ് ക്ലൈമറ്റ് ആക്ഷൻ സ്ട്രാറ്റജീസ് കോൾ ഫോർ
clean and efficient energy systems, disaster resilient infrastructure and planned ecosystem. സോ ഇന്ത്യൻ ഗവൺമെൻറ് പോളിസി അനുസരിച്ചിട്ട് ഇപ്പോൾ ഇതുവരെ ഇന്ത്യൻ ഗവൺമെൻറ് 100% വില്ലേജിനെയും ഇലക്ട്രിഫൈ ചെയ്തിട്ടുണ്ട്. 38 മില്യൺ ടൺസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ആൻഡ് പ്രൊവൈഡഡ് 80 മില്യൺ കുക്കിംഗ് ഗ്യാസ് ഫോർ 80 മില്യൺ പീപ്പിൾ ഓൾ ഓവർ ദി നേഷൻ. സോ ഇതൊക്കെയാണ് ഈ പ്രസൻറ്റ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ദെൻ വൺ മോർ, സമ്പന്ന ഭാരത് സമൃദ്ധ ഭാരത്. സോ ഗവൺമെൻറ്റിൻ്റെ മുന്നത്തെ ഗവൺമെൻറ് ഇപ്പോഴത്തെ ഗവൺമെൻറ് പല സ്റ്റെപ്സ് കൊണ്ട് നമ്മളിപ്പം എക്കണോമിക്കലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ നമ്മൾ ലോകത്ത് തന്നെ ഫിഫ്ത്ത് ലാർജസ്റ്റ് എക്കണോമിയാണ്. ദാറ്റ് ഈസ് കമ്മിങ്. ഇന്ത്യാസ് GDP is very close, just close to $4 trillion. So by 2025 we will cross $5 trillion, okay, economy. So by that time, that means നമ്മൾ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സമ്പന്നമായിട്ട് രാജ്യം ആയിട്ട് മാറും. സോ ബൈ 2025 or 26. So that is another step target. So these are the steps taken by different governments, present or previous governments, for improving the. Now we will see major achievements. Okay, like first one, number of carbon credits issued for emission reduction projects in India is set to triple, 2046 million by December 12 from 72 million in November 2009. Okay, so that was another achievement. So, actually 2009 70 മില്യൺ ആയിരുന്നു നമ്മുടെ കാർബൺ ക്രെഡിറ്റ് എക്സ്പോർട്ട്. ഇപ്പോഴത് 2012 തന്നെ അത് 2046 മില്യൺ ടണ്ണായി കഴിഞ്ഞു. സോ ഇന്ത്യ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് എക്സ്പോർട്ടർ ഓഫ് കാർബൺ ക്രെഡിറ്റ്സ് into the decentralized voluntary market with its credit worth between 200 to 300 billion per year and accounting for 17% of global supply in 2022. So that means നമ്മുടെ കാർബൺ ക്രെഡിറ്റ് എക്സ്പോർട്ട് ഇപ്പോൾ 200 to 300 ബില്യൺ പെർ ഇയർ ആയിട്ട് മാറി. സോ അത് ഏകദേശം 17% ഗ്ലോബൽ അക്കൗണ്ടിങ് ആണ്. 17% ഈ ഗ്ലോബൽ നോക്കണം. അത് ലോകത്തിലെ കാർബൺ ക്രെഡിറ്റ് എക്സ്പോർട്ടിൽ സെയിൽസിൽ അത് 17% ആണ്. സോ ദാറ്റ്സ് എ ബിഗ് അച്ചീവ്മെൻറ്റ്. about 2 to 3% of the construction in India is green. And it is as good as is in the USA. That means നമ്മുടെ നാട്ടിലുള്ള കൺസ്ട്രക്ഷൻ ഫീൽഡിൽ 2 to 3% ഗ്രീൻ പ്രൊജക്ട്സ് ആണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അത് ഇപ്പോൾ പ്രസൻറ്റ് US-ൻ്റെ സ്റ്റാൻഡേർഡിന് ഈക്വലൻ്റ് ആണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ് ഇപ്പോഴത്തെ സ്റ്റെപ്സ് അനുസരിച്ചിട്ട് നമ്മൾ ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ അത് മേ ബി വിത്തിൻ 2 or 3 years അത് 10% ആക്കി ഉയർത്താനാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. സോ മിനിസ്ട്രി ഓഫ് ന്യൂ റിന്യൂവബിൾ എനർജി മന്ത്ലി okay. One more thing is റിന്യൂവബിൾ എനർജി മിനിസ്ട്രി പറയുന്നത് ഇപ്പോൾ 20% വെഹിക്കിൾസ് ടു വീലേഴ്സ് സോൾഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ ഇന്ത്യ റാങ്ക്സ് 5th ഗ്ലോബലി ഇൻസ്റ്റാൾഡ് പവർ കപ്പാസിറ്റി ഇൻ 72 ഗിഗാവാട്ട്സ്. സോ ലോകത്ത് തന്നെ സോളാർ പവർ കപ്പാസിറ്റി നമ്മളിപ്പോൾ 4th റാങ്കിലുള്ളത്. അതിൻ്റെ നമ്മൾ 73 ഗിഗാവാട്ട്സ് ഓഫ് എനർജിയാണ് സോളാർ പവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് certain achievements. Now another turn is SDG ranking, that is Sustainable Development Goal ranking. So we know there are 17 SDGs, so goals. സോ അതിൽ ഈ 17 SDGസിൻ്റെ ബേസ് ആയിട്ടുള്ള ഒരു റാങ്കിങ് ആണ് SDG റാങ്കിങ് എന്ന് പറഞ്ഞാൽ. അതിൽ 100 മാർക്കിലാണ് നമ്മൾ സ്കോർ. 100 ആണ് മാക്സിമം മാർക്ക്. അതിൽ ഈ 100 സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഗോളും അച്ചീവ് ചെയ്തെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം നമ്മൾ ഇപ്പോഴത്തെ UN-ലുള്ള 193 മെമ്പേഴ്സിൽ നമ്മുടെ റാങ്ക് 109 ആണ്. ആൻഡ് വി അച്ചീവ്ഡ് ഓൺലി 64 ഗോൾസ്, 64 പോയിൻറ്റ്സ്. ദാറ്റ് മീൻസ് 100 പോയിൻറ്റ്സിൽ നമുക്ക് 63 പോയിൻറ്റ്സ്. ഓക്കെ. 100 മാർക്കിൽ വി ഗോട്ട് ഓൺലി 64 മാർക്സ്. And our rank is 109 out of 193 UN members.
several poor nations are ahead of us. സോ ഇതൊരു ബിഗ് ഇഷ്യൂ ആണ്. അതിന് കാരണം നമ്മുടെ വലിയ ലാർജ് പോപ്പുലേഷനാണ്, ലാർജ് ഏരിയ ഉള്ള ഒരു രാജ്യമാണ്. ഇതൊക്കെ ഇഷ്യൂസ് ആണ്. സോ ദാറ്റ് ഈസ് വൺ കൺസേൺ. ഓക്കെ, വാട്ട് ആർ ദ ചാലഞ്ചസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി നേഷൻ? Okay, to achieve that 100% goal, or to reach at least one among the top 20 SDG ranked countries, what are the challenges which we are facing? First one is loss of biodiversity. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എക്കോസിസ്റ്റം ആണ്. അതായത് നമുക്ക് ചുറ്റും സറൗണ്ടിങ്ങിലുള്ള എനിമൽസ്, പ്ലാന്റ്സ്, ഇതിൻ്റെ ഒരു എക്കോസിസ്റ്റം, അതിൻ്റെ ലോസാണ് എക്സസ് യൂസേജ്. അതിൻ്റെ നമ്മുടെ എക്സസ് യൂസേജ് കൊണ്ടുള്ള ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. another thing is depleting natural resources. പ്രകൃതിദത്തമായിട്ടുള്ള റിസോഴ്സസ് എല്ലാം ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Then another thing is പൊല്യൂഷൻ ഓഫ് ലാൻഡ് വാട്ടർ ആൻഡ് എയർ. സോ എയറിൻ്റെതും ലാൻഡിൻ്റെയും വാട്ടറിൻ്റെയും പൊല്യൂഷൻ, ദാറ്റ് ഈസ് എ ബിഗ് ഇഷ്യൂ. Another is poor health. Okay, then two more points: poor literacy rate and environmental sustainability. ഇതൊക്കെയാണ് രാജ്യത്തിൻ്റെ SDG റാങ്കിങ് ഇംപ്രൂവ് ചെയ്യുന്നതിന് മുന്നിലുള്ള ചാലഞ്ച്. Hope you understood this SDG and India's steps taken by various Indian governments to improve our SDG ranking. Thank you.